നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാനായിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ചല്ല ഇച്ചിരി അധികം ലേറ്റായി പോയി. അപ്പോൾ അത്രയും ലേറ്റായി. അപ്പോൾ ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി. ഒരു സർപ്രൈസ് ആണ്. നമ്മൾ എടുത്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ചല്ല 1-2 മാസമായി വണ്ടി. പക്ഷേ നമ്മളിങ്ങനെ പുറത്തു വിടാതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സമയത്ത് പറയുന്നുണ്ടായിരുന്നു, പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു എന്താണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഊഹിക്കാൻ പറ്റുന്നവരൊന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ഇട്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇപ്പോൾ നമ്മുടെ സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം വെച്ചാൽ ഒരു 5 ഇയർ പഴക്കമുള്ളൊരു വണ്ടിയാണ്. പക്ഷേ അത്യാവശ്യം എല്ലാവരുടെയും ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാർ കെയറിലാണ് സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്തത്. വണ്ടി പൊളിയായിട്ടുണ്ട്. കാരണം നേരത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വണ്ടി നമ്മൾ അൺവീൽ ചെയ്യണം. കാരണം തുറക്കാം, ആയി വാ. നമ്മുടെ കാർ കെയറിൻ്റെ മോഡൊക്കെ താഴെ പോയി. നമ്മുടെ കാർ കെയറിൻ്റെ നമ്മൾ സെറാമിക് ചെയ്തത് കാർ കെയറിലാണ് കേട്ടോ. ഇതാണ് വണ്ടി. സെറാമിക് മാത്രമല്ല, ഈ പെയിൻറ്റിങ് ഫുള്ള് ബ്ലാക്ക്, റൂഫെല്ലാം ബ്ലാക്ക് ആക്കി, അതുപോലെ അലോയ് ബ്ലാക്ക് ആക്കി, കാലിപ്പർ റെഡാക്കി, ഇതെല്ലാം നമ്മൾ കാർ കെയർ തന്നെ ചെയ്തത്. അതുപോലെ വണ്ടി ഡീറ്റെയിൽ ചെയ്തു. കണ്ടാ ഇങ്ങോട്ട് വണ്ടി പണ്ടത്തെ വണ്ടിയാണോ ഇപ്പോഴത്തെ വണ്ടിയാണോ? ഏതാ അടിപൊളി? ഏതാ ഇഷ്ടപ്പെട്ട അതറ ഇത്. അപ്പോൾ പൊള്ളി ലുക്കായി കേട്ടോ. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെയിൻറ്റ്. അതൊക്കെ ഒരുവിധം നല്ല രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ചില പെയിൻറ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കട്ടായിട്ടുണ്ട്. അത് നമ്മൾ റീപെയിൻറ്റ് ചെയ്താലേ അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ സെറാമിക് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു. വണ്ടി ഞാൻ നേരത്തെ കണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് ഒരു ഫ്രഷ് പെയിൻറ്റ് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് ആക്കിയപ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക് വേറെ ലെവലായി. അതുപോലെ എവിടെ ബ്ലാക്ക്? അവിടൊക്കെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് അല്ലായിരുന്നല്ലോ. ഇത് അതെ അതെ സിൽവർ ആയിരുന്നു. അപ്പൊ വണ്ടി പൊളിയായിട്ടുണ്ട്, രക്ഷയില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ വണ്ടിയും കൂടെ നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പഴയ വണ്ടി കൊടുത്തിട്ടൊന്നുമില്ല. അത് നമ്മുടെ ഇവിടെ റെഡ് ചെയ്തു. ബാക്കിൽ അത് റെഡ് ചെയ്തു. ബാക്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ കപ്പാണ് നോക്കിയത്, പക്ഷെ അത് കിട്ടിയില്ല. അത് കിട്ടാത്തതിൻ്റെ എളുപ്പമാർഗ്ഗം പിന്നെ ഇതാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കപ്പും കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ നമുക്ക് നമ്മുടെ സൈസിന്, ജീപ്പിൻ്റെ സൈസിന് കിട്ടിയില്ല. അപ്പോൾ അതാണ് ഈ രൂപത്തിലേക്ക് വണ്ടി മാറ്റിയെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. സിയാസ് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇവിടെ എല്ലാം മണ്ണൊക്കെ കിടക്കുകയാണ്, മൊത്തം കുളമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പസിനകത്ത് നമുക്ക് അലോയ് ബ്ലാക്ക് ചെയ്യണമെന്ന് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. റൂഫ് എന്തായാലും ബ്ലാക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഒരു വണ്ടി നമ്മൾ മേടിച്ചിട്ട് കുറച്ച് 3-4 മാസമായി കേട്ടോ. നമ്മളിങ്ങനെ പെൻഡിങ് വെച്ചിരുന്നത്, ഞാൻ അധികം ആരും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട് അലോയ് എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഉറപ്പില്ല. പിന്നെ റൂഫ് ബ്ലാക്ക് ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ഡാമേജസുകളുണ്ട് കേട്ടോ. ഈ ഡാമേജുകൾ പെയിൻറ്റ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യണോ വേണ്ടായോ എന്നുള്ളൊരു സംശയത്തിരിക്കുകയാണ്. മിക്കവാറും ഇത് ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു റീപെയിൻറ്റ് എന്നുള്ളൊരു പേരുവശം വരും എക്സ്ട്രാ ആയിട്ട്. വേറെ വണ്ടിയിൽ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്, ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. ഒരു സ്വപ്ന വാഹനമായിരുന്നു. ഈ സൈഡിൽ പ്രശ്നമൊന്നുമില്ല. വണ്ടിയാകെ ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ നമ്മുടെ വേരിയൻ്റ് ലോങ്ങിറ്റ്യൂഡാണ്. അത്യാവശ്യം കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടച്ച് സ്ക്രീനിലെ കാര്യങ്ങളൊന്നും വലിയ ടച്ച് സ്ക്രീനൊന്നും അല്ലെന്നേ ഉള്ളൂ. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. 26,000 കിലോമീറ്റർ, 23,000 കിലോമീറ്ററാണ് നമ്മൾ വണ്ടി എടുത്തത് കേട്ടോ. 3,000 കിലോമീറ്റർ ഓടി നമ്മൾ. അതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. റൂഫിലൊക്കെ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം നീറ്റാക്കും. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോയിട്ട് പുതിയ ക്വാളിറ്റി കാണാം. ഓക്കെ. നമ്മുടെ വണ്ടി ഇപ്പോൾ വാഷിങ്ങെല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയുണ്ട്. നമ്മുടെ വണ്ടി ഇതാരുടേന്നറിയാമോ? ഈ വണ്ടി ആരുടേന്നറിയാം. കൊല്ലക്കാർക്ക് മിക്കവാർക്കും എല്ലാവർക്കും അറിയാം. ഒരു ആക്ടറാണ്, ഒരു ആക്ടറുടെ വണ്ടിയാണ്. പിന്നെ അത് കൂടാതെ ഉള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി MLA ആണ്. അപ്പോൾ ആരുടെ വണ്ടിയാണെന്ന് ഗസ് ചെയ്ത് നോക്ക്.
അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാണ്, വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ സജിനാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ സാധനമുണ്ട്. ഈ പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് അത്ര സാധനമൊക്കെ വേണ്ടി വരുന്നത്. നോർമലി ചെയ്യുമ്പോൾ എന്തായാലും വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ്. അല്ലേ? അപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ അധികം സാധനങ്ങൾ പ്രോസസ്സ് കൂടുതലുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറയാമോ ജസ്റ്റ് ഒന്ന്? ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ വരുന്നത് ക്ലേ ബാറാണ്. ഇത് ക്ലേ ബാറാണ് അല്ലേ? ഇപ്പം ഹാർഡായിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടറിൽ ഇട്ട് വെച്ചിരിക്കും. അങ്ങനെ വെള്ളത്തിൽ വെച്ചേക്കുന്നത് അല്ലേ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ സാധനം അല്ലേ? ഇതാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്, ഒരു ഹാർഡ്നെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് ആദ്യം അപ്ലൈ ചെയ്യും. പിന്നെ കുറേ എന്താണ് കട്ടിംഗ് പാഡ്സിലാണ്, പലതരം പാഡ്സിലാണ് അല്ലേ? അപ്പം നമ്മൾ ഈ സ്ക്രാച്ചസിൻ്റെ അതിൻ്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ പാഡ് യൂസ് ചെയ്ത് അല്ലേ? ഓക്കെ. അതിനായിട്ട് ഓരോ പ്രത്യേകം പാഡ്. ഓക്കെ. ഇപ്പോൾ വെള്ള കളറിനകത്തല്ല വ്യത്യാസം ഇതുണ്ട്. ഈ ഒരുപാട് നല്ല ഡീപ്പായിട്ടുള്ള ഹെവി കട്ടിനകത്ത് വരുമ്പോൾ നമുക്ക് വൈറ്റ് അത് യൂസ് ചെയ്യും അല്ലേ? ഒരു വൂളൻ പാഡാണ്. ഓക്കെ ഓക്കെ. ഇത് പേപ്പറല്ല, നമ്മുടെ സാധാ പേപ്പർ. വാട്ടർ പേപ്പറാണ്. നമ്മളിപ്പം 1500, 2000 ആ റേഞ്ചിലുള്ളത് ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പം 1500 ഇട്ട് ആദ്യമേ കട്ട് ചെയ്തതിന് ശേഷം 2000 ഇട്ട് സ്മൂത്ത് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ പാഡ് ഓരോ കോമ്പൗണ്ടിൽ ഉപയോഗിച്ച് ഒരുപാട് പണിയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ വണ്ടിയിൽ അത്യാവശ്യം പണിയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലേ ബാർ അല്ലേ? ക്ലേ ബാർ എന്തിനാ ക്ലേ ബാർ ചെയ്യുന്നത്? എന്തിനാ ഇത് അർത്ഥത്തില്? ക്ലേ ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇപ്പൊ ഈ വണ്ടി തന്നെ കാണാം, ഒരുപാട് അഴുക്കുകൾ ഒരുപാട് കണ്ടാമിൻസ് ഉണ്ട്, ഇഷ്ടംപോലെ അഴുക്കുണ്ടോ. നമ്മളിത് കഴുകി ഈ ലൈറ്റിൽ കൊണ്ടിട്ടപ്പോഴാണ് ഇത്രത്തോളം പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. ഓക്കെ. അതിനാണ് ഇത്ര ലൈറ്റ് വെച്ചേക്കുന്നത് ഇല്ലേ? ലൈറ്റിൽ 10-100 ലൈറ്റ് ഇട്ടോ, ട്യൂബുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കറക്റ്റായിട്ടുള്ള ചെറിയ സ്ക്രാച്ച് വരെ എടുത്ത് കാണാം. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അതൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഇത് ബേ ഡ്രോപ്സ് ഒക്കെ ആണല്ലേ? ബേ ഡ്രോപ്സ് ആണ്. പിന്നെ ഒരുപാട് ഓക്സിഡേഷൻ ഒക്കെ സംഭവിച്ച് ഇങ്ങനെ ഒരു ലെവലിൽ കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഷോറൂം കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ വരുന്നതാണ് ഞാൻ പറഞ്ഞ ക്ലേ ബാറിങ്. ഓക്കെ. ഇത് നമുക്ക് ഷോറൂം കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഈ പറഞ്ഞ ചെറിയ മൈക്രോ പവേഴ്സിനകത്ത് ഉള്ള ചെറിയ അഴുക്കുകൾ പോലും നമ്മൾ ഈ ക്ലേ ബാർ കൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ കട്ടിങ് കോമ്പൗണ്ട്സുകൾ ഓരോന്ന് ഉപയോഗിച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് പോളിഷ് ആക്കി എടുക്കുന്നത്. ക്ലേ ബാറിങ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അത് ഇതെന്താണ് അടിക്കുന്നത്? സ്പ്രേ എന്താ അടിക്കുന്നത്? ഇത് ഇതിൻ്റെ ലൂബാണ്. ആ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നത്. ഓക്കെ. ഒരു പെട്ടെന്ന് ഒരു സ്മൂത്ത്നെസ് കിട്ടും അല്ലേ അടിക്കുമ്പോൾ അല്ലേ? അതിൽ ഈ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പിടുത്തം കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഡ്രൈ ആയിട്ട് ഇടാക്കും. ഡ്രൈ ആയിട്ട്. ഓക്കെ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നീങ്ങത്തില്ലല്ലേ? ഓക്കെ. ഇതൊക്കെ ഏതൊക്കെ പ്രോഡക്റ്റ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് കോച്ച് കെമിയുടെയാണ്. കോച്ച് കെമിയുടെ അല്ലേ? ഓക്കെ. ഇമ്പോർട്ടൻ്റ് പ്രോഡക്റ്റ് ആണല്ലേ? ഇത് ഫുള്ള് ചെയ്യണം ഇങ്ങനെ? ഫുള്ള് ചെയ്യണം. അഴുക്ക് വരുന്ന ഭാഗത്തെല്ലാം അഴുക്ക് അവിടെയൊക്കെ ഉണ്ട്, അവിടെ എല്ലാം ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ കഴുകിയാൽ ഈ അഴുക്ക് പോകത്തില്ലല്ലേ? അതിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അവർക്ക് ഈ ഒരു കുറച്ച് ഏരിയ ചെയ്ത് കാണിക്കാം അവരെ അല്ലേ? അപ്പോൾ എല്ലാ ഏരിയ നമുക്ക് മൊത്തത്തിൽ ചെയ്ത് കാണിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയ ചെയ്ത് കാണിക്കാം. അപ്പോൾ അവിടെ ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്മൂത്തായി. ഈ ഭാഗം നല്ല ഹാർഡാണ്. അവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ തട്ടി കഴിക്കുക. പക്ഷേ ഇവിടെ ഭയങ്കര സ്മൂത്ത് ഫിനിഷായി. ഈ ഭാഗം നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടതാണ്, കുറച്ച് ഇവിടെ ചെയ്യുകയാണ്. ഇനി പേപ്പർ സാൻഡിങ് അല്ലേ? പേപ്പർ സാൻഡിങ് എത്ര പേപ്പർ ഓടിയത്? 1500 പേപ്പറാണല്ലേ? 1500 കുറച്ച് നല്ല സ്ക്രാച്ച് ഉണ്ട്, അതാണ് ഈ 1500 ഇടുന്നത് അല്ലേ? നമ്മൾ 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് വെറ്റ് സാൻഡിങ് ഉണ്ട്, അല്ല ഡ്രൈ സാൻഡിങ് ഉണ്ട്. ഓക്കെ. എന്നാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെറ്റ് സാൻഡിങ് ആണ്. നമ്മൾ ഓരോ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഓക്കെ. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. അറിയാൻ പറ്റുക സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എത്ര പേപ്പർ ഇടണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റൂലേ? സ്ക്രാച്ച് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 8 കൊല്ലം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ പേപ്പർ സാൻഡിങ് ആണ് ചെയ്യുന്നത്. എല്ലാ കേസിലും പേപ്പർ സാൻഡിങ് ചെയ്യേണ്ടി വരുമോ? അതാണ് നേരത്തെ പറഞ്ഞത്. സ്ക്രാച്ചിന്റെ ആ ഒരു നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്ക്. ചിലപ്പോൾ ചില വണ്ടികൾക്ക് സ്ക്രാച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡിങ് ആവശ്യമില്ല. നമുക്ക് പിന്നെ പോളിഷിലേക്ക് കടന്നാൽ മതി. ഓക്കെ. വണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പഴയ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെയൊക്കെ പരിപാടി എല്ലാം ചെയ്യേണ്ടി വരും. നമുക്ക് ക്ലേ ബാറിങ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ പേപ്പർ സാൻഡിങ് ഇട്ട് സ്ക്രാച്ച് എല്ലാം കളയേണ്ടി വരും. സ്റ്റെപ്പുകൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ തുടങ്ങാം. അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നേരത്തെ ക്ലേ ലൂബിനാണ് ഇപ്പോൾ വെള്ളം ഉപയോഗിച്ചാൽ ലൂബ്. ഓക്കെ ഓക്കെ. അത് കട്ട് ചെയ്ത് എടുക്കുകയാണല്ലേ? ഇതിന് നമ്മുടെ ഈ പോളിഷിനകത്ത് വല്ല പ്രശ്നം വരുമോ ഇങ്ങനെ ചെയ്യുമ്പോൾ? ഇല്ല. നമ്മൾ അതേന്ന് വെച്ചാൽ 1500 നമ്മൾ ഈ ഗ്രിഡ് കുറഞ്ഞ തന്നെയാണ്. ഓരോ ഗ്രിഡ് ഉണ്ട്. ഇപ്പം ഇതിപ്പോൾ കുറേ 1500 വാട്ടർ പേപ്പറാണ്. ഇത് ഒരുപാട് ക്ലിയർ അങ്ങനെ കട്ടാവത്തില്ല. പുറത്ത് ജസ്റ്റ് ആ സ്ക്രാച്ച് പോകാനും വേണ്ടിയിട്ട് മാത്രം ചെയ്യുക അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത പേപ്പർ ഇടുവോ? അത് കഴിഞ്ഞിട്ട് 2000 ഇപ്പോൾ 1500 ഉണ്ട്. നമ്മൾ 2000 ഇട്ട് പിന്നെ സ്മൂത്ത് ചെയ്യും. 2000 ഇട്ട് സ്മൂത്ത് ചെയ്യും അല്ലേ? ഓക്കെ.
അപ്പോൾ അടുത്ത പേപ്പറിലോട്ട് പോയി. ഇത് 2000 പേപ്പറല്ലേ? ഇപ്പം 2000 തൊട്ടതിന് ശേഷം 2000 സ്മൂത്ത് ചെയ്ത്. ഓക്കെ. ഓ നല്ല സ്മൂത്ത് ആവും അല്ലേ? ലെവലാക്കാൻ. ഓ ആ ഓക്കെ. ആ കർവ്സ് ഒക്കെ ഉണ്ടെങ്കിലും പോകും അല്ലേ? നമ്മുടെ വണ്ടി ഇത് ഒരുപാട് സ്ഥലത്ത് പിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ള നീളത്തിലുള്ള സ്ക്രാച്ച് ഉണ്ട്. കുറേ ബേഡ് ഡ്രോപ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ബേഡ് ഡ്രോപ്സിലൊക്കെ എല്ലായിടത്തും പിടിച്ചാൽ ചിലപ്പോൾ പണി കിട്ടൂലേ? ഒരുപാട് ക്ലിയറിനകത്ത് കുറേ നാളായിട്ട് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. പണിയുണ്ട്. ചിലയിടത്തൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് പെയിന്റ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്താലേ അത് കറക്റ്റ് ആയിട്ട്. നമ്മൾ പേപ്പറിനാണെങ്കിൽ ഒരുപാട്, അതായത് ഡ്രൈസൻ ആണെങ്കിലും വെറ്റ്സാൻ ആണെങ്കിലും ഒരുപാട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിന്റ് പോകില്ലേ? ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. കോമ്പൗണ്ടിങ് ആണ് അല്ലേ? കോമ്പൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഇത് എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് നമ്മൾ സാധാ റബ്ബിംഗ് കോമ്പൗണ്ട്സ് ആണ് അല്ലേ? ഓക്കെ. ഈ പാഡ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഓരോ പല പാഡ് കണ്ടല്ലോ നേരത്തെ. ഇപ്പോൾ ഓരോന്നിപ്പം ഫസ്റ്റ് നമ്മൾ കട്ടിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പം കട്ടിങ്ങിനായിട്ട് കട്ടിംഗ് പാഡുകൾ, ഫിനിഷിനായിട്ട് ഫിനിഷിംഗ് പാഡുകൾ, അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും ഓരോ പ്രൊസീജിയർ ഉണ്ടോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം ഇതുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷിലോട്ട് മാറി. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് മാറും അല്ലേ? ഒരു സ്മൂത്ത് ആക്കി എടുക്കാം. വീണ്ടും പഴയ ഫിനിഷിലേക്ക് മാറും അല്ലേ? പഴയ കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജ് പരിപാടി കഴിഞ്ഞു അല്ലേ? ഇപ്പൊ അത് സെറാമിക്കിന് വേണ്ടിയിട്ട് റെഡി ആയോ അതോ ഇനി പരിപാടി ഉണ്ടോ? ഇല്ല, കുറച്ചുകൂടെ പണിയുണ്ട്. സാൻഡിങ്ങും മറ്റേ പേപ്പർ സാൻഡിങ് കഴിഞ്ഞ് പോളിഷ് ചെയ്ത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും പരിപാടികളുണ്ടല്ലേ? അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഈ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ? ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഇത് ജർമ്മൻ ബ്രാൻഡാണ്. ഓക്കെ. ഫൈനൽ പോളിഷ്. ഇത് ഫൈനൽ പോളിഷ് ആണല്ലേ? അതിന് തന്നെ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സുകളുണ്ട്. ഓക്കെ. ഇത് ഇറ്റലിയാണ്. ഓ, എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ്. ഇനി ഇതാണ് അവസാനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫൈനൽ വരുന്നത്, ഫൈനൽ ഫിനിഷിംഗ് വരുന്നത്. ഫൈനൽ ഫിനിഷിംഗ് വരുന്നത്. ആ കോമ്പൗണ്ടിങ്ങിനകത്ത് ഫൈനൽ ഫിനിഷിംഗ് വരുന്നത്. ഓ, അത് കഴിഞ്ഞിട്ട് കോമ്പൗണ്ടിങ് പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രപ്പിംഗ് ഉണ്ട്. ഓക്കെ. പ്രപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഫുൾ റബ്ബ് ചെയ്യും. അതിന് ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മളിപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഓയിൽ കണ്ടൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഈ ഓയിൽ കണ്ടൻസിനകത്ത് കിടക്കുന്നതുകൊണ്ട് സെറാമിക് പിടിക്കത്തില്ല. ഓ, ആ ഓയിൽ കണ്ടന്റ് ഉണ്ടായിട്ട് അപ്പം നമ്മൾ മറ്റേ ഐസോപ്രോപ്പൈൽ വെച്ചിട്ട് നമ്മളത് വാഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും, ക്ലീൻ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഓയിൽ കണ്ടന്റും കുറേ മാറുകയും ചെയ്യും. ആ പാനിൽ ഒന്നും കൂടെ ക്ലീൻ ആവും. ഓക്കെ. അത് മാത്രമല്ല പെട്ടെന്ന് നമ്മൾ ഇടുന്ന സെറാമിക് ആണെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ പെട്ടെന്ന് അത് പിടിക്കുകയും ചെയ്യും. ഓക്കെ. രണ്ട് ഗുണങ്ങളുണ്ടല്ലേ? ഓക്കെ. അതാണ് ഇനി അടുത്ത ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വണ്ടി കാണാം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ സെറാമിക് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചില്ലേ? കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭാരഘോര സംസാരിച്ചിട്ടിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം സ്പെഷ്യലൈസ് ചെയ്യുന്നത് സെറാമിക്, ഗ്രാഫൈൻ, PPF നമ്മൾ ചെയ്യുന്നു. 3 കാര്യങ്ങൾ. ഈ PPF ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഓക്കെ. PPF ഇച്ചിരി റിസ്കി പരിപാടിയാണല്ലോ, ഒട്ടിക്കുന്ന കുറച്ച് മെനക്കെട്ട പരിപാടിയാണല്ലേ? അപ്പം കറുവൊക്കെ ചേർത്ത് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ് അല്ലേ? ഓക്കെ. അതുപോലെ നമ്മൾ ഇവിടെ നോക്കിയപ്പം ഇപ്പോൾ പ്രോഡക്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അതെന്താ വേറെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പ്രോഡക്റ്റ് കിട്ടുന്നത്? നമ്മുടെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യും. നമ്മളിപ്പം ഇറ്റലി, ജർമ്മനി അങ്ങനെ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി വരുന്നത് അവസാനം കറങ്ങി തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ എത്തും അല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാക്കേജ് ഒക്കെ എങ്ങനെ വരുന്നത്? ഏതൊക്കെ രീതിയിൽ പാക്കേജ് വരുന്നുണ്ട്? നമുക്കിപ്പം ബേസിക് പാക്കേജ് തൊട്ട് ഒരു 7 years വരുന്ന പാക്കേജ് നമുക്ക് വരുന്നു. 7 വർഷം വരെ വാറണ്ടി ഉള്ള. ഓക്കെ ഓക്കെ ഓക്കെ. അത് നല്ലൊരു കാര്യമാണ്. സാധാരണ അത് എല്ലാവരും കൊടുക്കാറില്ല. ശരി, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒരു എല്ലാ വർഷവും സർവീസ് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? അപ്പം നമുക്ക് ബേസിക് പാക്കേജിനകത്ത് തന്നെ ഇപ്പം ഒരു 1 year ഒരു വർഷം വാറണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് വരുന്നുണ്ട്. ഒരു 6 മാസത്തേക്ക് തന്നെ സർവീസ് വരുന്നുണ്ട്. അപ്പം ഈ ഇയറിന്റെ ആ വാറണ്ടി കൂടുന്നതിനനുസരിച്ച് സർവീസ് ഇപ്പം 2 വർഷം വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ 2 സർവീസ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. അതിനനുസരിച്ച് ഇങ്ങനെ 7 വർഷം ആകുമ്പോൾ അങ്ങനെ കൂടി വരും അല്ലേ? അതുപോലെ ഈ നമ്മൾ സെറാമിക്കും ഗ്രാഫിൻ്റെ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാണോ വേണ്ടത്? അതോ കുറച്ച് മെയിൻ്റനൻസ് കസ്റ്റമർക്ക് കുറച്ച് റോൾ ഉണ്ടോ ഇതിനകത്ത്? കസ്റ്റമർക്ക് തീർച്ചയായിട്ടും റോളാണ്. എന്ന് വെച്ചാൽ ഒരു വണ്ടി ഇപ്പം നമ്മൾ PPF ആവട്ടെ, സെറാമിക് ആവട്ടെ, ഗ്രാഫൈൻ ആവട്ടെ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അത് കൊണ്ട് കിടക്കുന്നത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാലാകാലങ്ങളിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ. അല്ലാതെ വെറുതെ ഇങ്ങനെ പൊടി അടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പണി കിട്ടും അല്ലേ? ഓക്കെ. അതിനെ കസ്റ്റമറൂടെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ. അത് റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പരിപാടി എങ്ങനെ? പഴയ വണ്ടികളൊക്കെ എടുത്തിട്ട് ഫുൾ പെയിന്റ് ചെയ്തുകൊണ്ട് ഫുൾ പെയിന്റ് ചെയ്തതിന് ശേഷം സെറാമിക് ആണെങ്കിലും ഗ്രാഫൈൻ ആണെങ്കിലും കസ്റ്റമർ പറയുന്ന നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? അതുപോലെ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതെങ്ങനെ, എന്താണ്, ആർക്കൊക്കെയാണ് കിട്ടുന്നത്? നമ്മളിപ്പം ഡിഫൻസ് ഫോഴ്സിലുള്ള ഇപ്പം ആർമി ആർമി, നേവി അവർക്കെല്ലാം നമ്മളിപ്പോൾ അവരുടെ പ്രിവിലേജ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഒരു എന്താണ് നമ്മുടെ നാടിനെ സേവിക്കുന്ന കുറെ ആൾക്കാരല്ലേ? അപ്പോൾ പോലീസിലുണ്ടല്ലേ? എക്സൈസിനും
എക്സൈസ്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള. ഓക്കെ, എല്ലാ ഫോഴ്സിനും അല്ലേ? ഏതുതരം ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളായാലും അവർക്കൊരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കൊണ്ടുവരും. നമ്മൾ കൊണ്ടുവരും. ഓക്കെ, ഇപ്പൊ അവർക്ക് ഫസ്റ്റ് നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഒരു തുടക്കം നല്ല രീതിയിലാവണം എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കാന്നുള്ള രീതി. ഓക്കെ, അത് നല്ല കുറച്ച് അല്ലേ, ഒരു കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത്, കുറച്ച് ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രത്യേക സേവനം, അതെ, ഒരു സേവിക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രിവിലേജ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ?